നമസ്കാരം. തുളസിത്തറ ഒരു വീടിൻ്റെ ഐശ്വര്യമാണെന്ന് പറയും. എന്താണ് തുളസിത്തറയും വീടും തമ്മിലുള്ള ബന്ധം? ഒരു വാസ്തു പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ആ വാസ്തുവിൻ്റെ ദേവതയാകുന്ന തറയിൽ ദേവി വസിക്കപ്പെടും. അതിനാണ് നമ്മൾ ഇത്ര ഗോൽ അല്ലെങ്കിൽ ഇത്ര അങ്കുലത്തിൽ മാറ്റി തുളസിത്തറ പണിയുന്നത്. തുളസിത്തറയിൽ ദേവിയുടെയും ശിവൻ്റെയും വൈഷ്ണവത്തിൻ്റെയും ചൈതന്യം കുടികൊള്ളണം. അതിനായിട്ടാണ് തുളസിത്തറ നമ്മൾ വയ്ക്കുന്നത്. തുളസിത്തറയിൽ വയ്ക്കുമ്പോൾ സാധാരണ രീതികളിൽ തുമ്പയും പച്ചമഞ്ഞളും കൂടി നട്ടുപിടിപ്പിക്കാറുണ്ട്. തുമ്പ എന്നുള്ളത് മഹാദേവനും, പച്ചമഞ്ഞൾ ദേവിയെയും, തുളസിയെ കൃഷ്ണചൈതന്യത്തെയും കൂടി ആരാധിച്ചാണ് നമ്മൾ തുളസി വയ്ക്കുന്നത്. തുളസി നട്ടുപിടിപ്പിച്ച് അതിന് വലം വെച്ച് രാവിലെ വെള്ളമൊക്കെ ഒഴിച്ച് അതിൽ നിന്നൊരു ഇല എടുത്ത് മുടി ചൂടിക്കഴിഞ്ഞാൽ ആ ദേവത സങ്കല്പത്തിൽ പൂർണ്ണത ഉണ്ടാകും. അവിടെ ഐശ്വര്യം വിളയാടുകയും ചെയ്യും. അപ്പോൾ തുളസിത്തറ മാറ്റിവെക്കണമെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ അപരാധമാണ്. കാരണം ഒരു വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ഒരു വീട്ടിൽ കയറി വരുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ചൈതന്യം വർദ്ധിപ്പിക്കുന്നത് തുളസിത്തറയിലെ ആ പ്രകാശമാണ്. ഈ തുളസിത്തറയില്ലാത്ത വീടുകൾ പൂർണ്ണതയല്ലെന്നുള്ള കാര്യവും എല്ലാവരും ഓർത്തിരിക്കുന്നതെന്ന് നന്ദി, നമസ്കാരം.